ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന, എന്നിട്ട് വീട്ടിൽ സമാധാനം കൊടുക്കാൻ കഴിയുന്ന, നാടിന് സമാധാനം കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരാളുണ്ട്, യേശുവാണ്. ആണോ? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കും. ഇന്ന് എത്ര മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നിർത്താൻ കഴിയാത്ത പാപങ്ങൾ. എൻ്റെ അപ്പൻ വലിയുടെ കാര്യം പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ തോട്ടത്തിലായിരുന്നു, ഞങ്ങൾ എസ്റ്റേറ്റ് ജീവിതമായിരുന്നു. അപ്പോൾ അപ്പച്ചൻ എസ്റ്റേറ്റിൽ വന്നിട്ട് അച്ചിരി അത്യാവശ്യം എസ്റ്റേറ്റ് ജീവിതമൊക്കെ ആകുമ്പോൾ, അന്നത്തെ സായിപ്പന്മാരുടെ എസ്റ്റേറ്റല്ലേ, ബംഗ്ലാവിൽ താമസിക്കുമ്പോൾ അപ്പച്ചൻ ഇച്ചിരി അടിച്ചിട്ട് തിന്നെ ഇരുന്നുകൊണ്ട് പറയും, ഡാ കത്തിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അങ്ങേ അറ്റത്തെ പോയി അടുക്കളയിൽ പോയി സിഗരറ്റ് ബീഡി കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോകും. കെട്ടുമ്പോൾ അടി കിട്ടും. അടി കിട്ടാതിരിക്കാൻ കൊച്ചുകുട്ടം പഠിച്ചൊരു കാര്യമാണ്, ഇടയ്ക്ക് എന്ത് ചെയ്താൽ മതി. അങ്ങനെ മുട്ടയെന്ന് നടക്കുന്ന, കഷ്ടിച്ച് നടക്കുന്ന പ്രായത്തിൽ അടി കിട്ടാതിരിക്കാൻ വലിച്ചു പഠിച്ച എൻ്റെ അപ്പൻ പിന്നെ അവസാനം ചെയിൻ സ്മോക്കറായി. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് വലി നിർത്തി. ഒറ്റ ദിവസം കൊണ്ട് വലി നിർത്തി. എന്താ കാര്യം? യേശു വന്നപ്പോൾ മാറ്റം ഉണ്ടായി. ഈ രാത്രി ഞാൻ പറയട്ടെ, യേശു വന്നാൽ എത്ര തഴക്ക വഴക്ക പഴക്ക ദുശീലങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് വിടിവയ്ക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേര് ശക്തി അല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, മദ്യപാനം താങ്കളുടെ ജീവിതത്തെ തകർത്തോ? ഇനി എൻ്റെ പൊന്നു പ്രിയരെ, എന്തുകൊണ്ടാണ് യേശു സമാധാന പ്രഭു എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് പറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ